ഞാനിപ്പോ എന്തിനാ വിളിച്ചെന്നറിയോ? ഗസ് വാട്ട്? നാളെ ഇവിടുന്ന് എല്ലാവരും സീതയുടെ വീട്ടിലേക്ക് ആചാരപ്രകാരം പെണ്ണ് ചോദിക്കാൻ വേണ്ടി പോവാ. നീയും പ്രിയ അവിടെ ഉണ്ടാവണം, മറക്കണ്ട. ഓ വൗ, യെസ് 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 യെസ്. എടാ, ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണോ അത് സത്യമാവാൻ പോവാ. കൺഗ്രാറ്റ്സ് ഡാ. എടാ അതെ, നീ ഇപ്പൊ എന്നോട് എന്തോ ഒന്ന് പറഞ്ഞില്ലേ, അതൊന്നും കൂടെ ഒന്ന് പറ. ഓക്കേടാ, നാളെ നമ്മളെല്ലാവരും സീതയുടെ വീട്ടിലേക്ക് ആചാരപ്രകാരം പെണ്ണ് ചോദിക്കാൻ വേണ്ടി പോവാണ്. ഇറ്റ്സ് ഒഫീഷ്യൽ. ആദ്യം നീ എത്ര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറ അശോക. നീ നേരെ സീതയുടെ വീട്ടിലേക്ക് പോവോ അതോ ഇവിടെ വന്നിട്ട് എല്ലാവരുമായിട്ട് ഒന്നിച്ചു പോകാനാണോ പ്ലാൻ? എടാ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? പ്രിയയുടെ കാര്യം അറിയില്ല. വെറുതെ കുറെ പേര് ചെന്ന് കഴിഞ്ഞാൽ സീതയ്ക്ക് ഇത് ബുദ്ധിമുട്ടാവില്ലേ? എടാ, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നീ മിണ്ടാതിരുന്നു അവിടെ. ബുദ്ധിമുട്ടാണെങ്കിൽ അവളെ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. ഫസ്റ്റ് ഓഫ് ഓൾ, അവൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആളെയല്ല. എന്തിനാ നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? നിന്നോട് പറഞ്ഞാലേ നീ 100% പ്രിയോട് പറയാൻ പോകുന്നില്ല. ഞാൻ പ്രിയെ കോൾ ചെയ്ത് ഇൻവൈറ്റ് ചെയ്തോളാം. ഹലോ മിസ്റ്റർ രാമേട്ടാ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഭാര്യയൊക്കെ ആയിരിക്കും, പക്ഷെ അതിനൊക്കെ മുമ്പ് ഞാൻ സീതയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്ന് വെച്ചാ പെൺ വീട്ടുകാര്. നിങ്ങൾ എത്തുന്നതിന് മുന്നേ ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവും. വാവ്, ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദേ ഒരുത്തനുണ്ട് അവിടെ, ഒരു വകയ്ക്കേ ഉള്ളില്ല. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? പ്രിയ, അവൻ വന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും. നീ എന്തായാലും ഇങ്ങോട്ട് വാ കേട്ടോ. എടാ അശോക ചക്രവർത്തി, ഇനി ഞാൻ നിനക്കൊരു പുതിയ പേരും കൂടെ ഇടാൻ പോവാ. പറയട്ടെ? ബാഹുബലി. ഹലോ, ഏയ്, ഞാൻ അതിന് കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞോ? പെണ്ണ് ചോദിക്കാൻ ഞങ്ങൾ വരേണ്ട കാര്യമുണ്ടോന്നാ ചോദിച്ചേ. ആ ആയിക്കോട്ടെ, വന്നോളാം. നിന്റെ ജീവിതത്തിൽ ഇപ്പോഴല്ലേ ഒരു പോയിന്റിലെത്തിയത്. ഈ ഒരു ശുഭകാര്യത്തിന് ഞാനും നിന്റെ കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ? താങ്ക്സ് ഡാ അശോക. ഏയ് വച്ചിട്ട് പോടാ. താങ്ക്സ് എത്ര താങ്ക്സ്. ഗുഡ് നൈറ്റ്. ഓ ഗോഡ്, ഫൈനലി സീതയുടെ രാമന്റെയും കല്യാണം. ഐ ആം സോ ഹാപ്പി. താങ്ക് യു. ചിയേഴ്സ്. ഓ ചിയേഴ്സ്. ഓക്കെ. ഓ നോട്ട് ബാഡ്. നിങ്ങൾ ഇത് കഴിക്കുന്ന ഞാൻ ഓർത്തെ. അപ്പൊ ഇതൊക്കെ അറിയാല്ലേ? നിനക്ക് വേണ്ടി ഇത്രയെങ്കിലൊക്കെ ചെയ്യണ്ടേ? നല്ല സീറ്റാണല്ലോ. എന്നാലും നിന്റെ അത്ര സീറ്റല്ല. സീത, ഞാൻ എന്തുമാത്രം ഹാപ്പിയാണെന്നറിയോ? ഇനി അങ്ങോട്ട് എൻ്റെ ലൈഫ് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിന്നെയും സിഹിയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തുകൊള്ളാം. സ്വപ്നമായിരുന്നോ? സ്വപ്നത്തിൽ പോലെ നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല മോളെ. നീ എപ്പോഴും എനിക്കെന്റെ കൂടെ ഉണ്ടാവണം.
ലവ് യു സീതമ്മ. ഞാൻ ഒരിക്കലും സീതമ്മയെ വിട്ടു പോവില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും മോളെ. നീ എന്റെ കൂടെ തന്നെ വേണം. ഐ ലവ് യു ടു. സീതമ്മ, ഞാൻ കൊറേ നേരമായിട്ട് ഭക്ഷണം ചോദിച്ചോണ്ടിരിക്കുക. നീ പൂജാമുറിയിൽ ബിസി ആണല്ലോ. പ്ലീസ് സീതമ്മ, എനിക്കതിൽ കഴിക്കാണ്ടാ. സിഹി, നേരത്തെ വിളിച്ചതാ ഞാൻ നിന്നെ. അപ്പൊ നീ എന്തോ തിരക്കാണെന്ന് പറഞ്ഞിരുന്നില്ലേ? അവിടെ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കഴിക്ക്. നീ ഒന്ന് എടുത്ത സീതമ്മ. ഞാനിവിടെ തിരക്കിട്ട് ജോലിയിലല്ലേ, ഡ്രോയിങ് ചെയ്തോണ്ടിരിക്കുക. നീ ഇങ്ങനെ വാശി പിടിക്കുന്നതല്ലോ. ഇപ്പൊ എന്താ ഇത്രയും വാശി കാണിക്കുന്നേ? എന്തു പറ്റി? അതൊന്നും എനിക്കറിയില്ല സീതമ്മ. നീ ഇപ്പൊ എനിക്ക് ഭക്ഷണം കൊണ്ടുത്ത, അല്ലെങ്കിൽ ഞാൻ ഒന്നും കഴിക്കില്ല. വല്ലാത്തൊരു സാധനം. ചില സമയത്ത് എനിക്ക് വയ്യാതെ വരുമ്പോ നേരത്തെ എഴുന്നേറ്റ് വെള്ളം കൊണ്ടുതരാനും ഭക്ഷണം കൊണ്ടുതരാനും ഒക്കെ ഒരു മടിയില്ല. ഇന്ന് പോയി ഭക്ഷണം എടുക്കാൻ വയ്യല്ലേ നിനക്ക്? ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് വന്ന് എടുത്ത് കഴിച്ചൂടെ നിനക്ക്? സിഹി, ഹാപ്പി മദേഴ്സ് ഡേ സീതമ്മ. താങ്ക് യു സോ മച്ച് സിഹി മോളെ. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഇത് ശരിക്കും ഞെട്ടിച്ചു. ഇതെല്ലാം നീ എങ്ങനെ ഓർത്തു വെക്കുന്നേ? എനിക്കിതൊന്നും ഓർമ്മയുണ്ടാവാറേ ഇല്ല. പക്ഷേ നിനക്കെന്റെ ബർത്ത്ഡേ എന്നാന്ന് ഓർമ്മയുണ്ടല്ലോ. അതമ്മ എങ്ങനെ മറക്കൂ? സന്തോഷായോ? ഒരുപാട് 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 സന്തോഷായി. നീ എന്റെ മകളായിട്ട് ജനിച്ചത് ഞാൻ ചെയ്ത ഭാഗ്യം കൊണ്ടാ. അതിലെനിക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയോ? ഒരു കുഞ്ഞുണ്ടായ അമ്മയുടെ ലോകം തന്നെ മാറുമെന്നാ എല്ലാരും പറയുന്നേ. നീ വന്നപ്പോ നീ എന്റെ ലോകമായിട്ട് മാറി. ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും നിന്നെ എനിക്ക് മകളായിട്ട് വേണം. എനിക്കും അങ്ങനെ തന്നെ സീതമ്മ. നീ തന്നെ എന്റെ അമ്മയായിട്ട് വേണം. യു ആർ ദ ബെസ്റ്റ് ബെസ്റ്റ് അമ്മ. ഫൈനലി എല്ലാവരുടെയും സമ്മതത്തോടെ സീതയുടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാൻ പോകുന്ന സന്ദർഭം എത്തി. ഐ എം കമ്മിങ് ടു സീ യു സീത വിത്ത് മൈ ഫാമിലി. അപ്പു, ഇതാ എന്റെ കണ്ണ് പറ്റി പോവട്ടെ നിനക്ക്. വാണിച്ചേച്ചിയുടെ ആശീർവാദം എപ്പോഴും നിനക്കുണ്ടാവും. നിങ്ങളെ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടത് മേമ. മേമ ശരിക്കും എൻ്റെ അമ്മ തന്നെയാണ്. വാണിച്ചേച്ചി ഒരുപാട് ഭാഗ്യം ചെയ്തവനാ മോനെ. നിന്നെ പോലൊരു മകനെ കിട്ടിയില്ലേ? പക്ഷെ അവള് ചെയ്ത പുണ്യത്തിനൊക്കെ ഫലം കിട്ടിയത് എനിക്കാ. ഇപ്പോ സീത ഈ വീടിന്റെ മരുമകളാവാൻ പോവാ. അയ്യോ, അപ്പോ എന്റെ സന്തോഷം ഞാൻ എങ്ങനെ നിന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക? അത്രയ്ക്കും സന്തോഷമുണ്ട്. ആ, ഞാൻ പോയിട്ട് വേഗം റെഡി ആയിട്ട് വരാം. എല്ലാവരും റെഡിയാവുന്നുണ്ട്. രാഹു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോയിട്ട് വരാം. ഷോ മേമ. അയ്യോ, അന്ന് വില്ലിന്റെ കാര്യം പറഞ്ഞ് നിന്റെ ചെറിയച്ഛനുണ്ടാക്കിയ വഴക്ക് കണ്ടപ്പോ ശരിക്കും പേടിച്ചു പോയി. ഓർക്കാനേ വയ്യ എനിക്ക്. ഇനി വന്ന് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഭാഗ്യം നീ എല്ലാം സോൾവ് ചെയ്തല്ലോ. എല്ലാം ഓക്കെ അല്ലേ അപ്പു? നിന്റെ അമ്മ നിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്ത് മറ്റൊരാൾക്കും കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, പ്രധാനമായിട്ടും ഈ വീട്ടിലുള്ള മറ്റൊരാൾക്കും നിന്റെ സ്വത്ത് ഇന്ന് പങ്ക് കൊടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഭഗവാനെ, ഇന്നലെ ഞാൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്താ? സിഹി എന്നിൽ നിന്ന് അകന്നു പോവെന്നാണോ? ഈ കല്യാണത്തിന് സമ്മതിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ രാമ? എന്തൊക്കെ ഉണ്ടായാലും സിഹിയെ ഞാൻ ഒരിക്കലും കൈവിടില്ല. അവൾ എപ്പോഴും എന്റെ കൂടെ തന്നെ വേണം. പ്ലീസ്, എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാവരുത്. പ്ലീസ് ഭഗവാനെ.
സിഹി എന്താ കോലം വരച്ചോണ്ടിരിക്കാ? ആ സീതമ്മ എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ ആയിട്ടുണ്ട്. എന്താ സഖി കോലം വരയ്ക്കുന്ന? എന്താ വീട്ടിൽ പൂജയുണ്ടാ? പൂജയല്ലേണ്ടി, എന്റെ സീതമ്മേനെ ഇന്ന് പെണ്ണ് കാണാൻ ചെറുക്കന്റെ വീട്ടുകാര് വരും. അപ്പു, ജസ്റ്റ് എ മിനിറ്റ് മേമ. ഹലോ ഫ്രണ്ട്, നിങ്ങൾ എല്ലാരും റെഡിയായോ? എത്ര സമയം എടുക്കും ഇവിടെ എത്താൻ? ഞങ്ങൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ റെഡിയായി നിൽക്കാ സിഹി മോളെ. ഒരു 10 മിനിറ്റ് ഇപ്പൊ ഇറങ്ങും കേട്ടോ. ആണോ? ഞാൻ നിങ്ങളെയൊക്കെ കാത്തിരിക്കുക. ഫ്രണ്ട്, ഞാനാ ഇന്ന് ഇവിടെ ഒറ്റക്കിരുന്ന് കോല ഫുൾ വരച്ചത്. ഓ വെരി ഗുഡ്. എന്നാ ഞങ്ങൾ വേഗം വരും, അതൊന്ന് കാണണമല്ലോ. ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇത് കാണാനല്ല, സീതമ്മയെ കാണാനാ. അത് പിന്നെ കണ്ടല്ലേ പറ്റുള്ളൂ. ഓക്കെ ഫ്രണ്ട്, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബൈ. ഓക്കേടാ ചക്കരെ, ബൈ. മേമ റെഡിയല്ലേ? ലേറ്റായി ഇറങ്ങിയാലോ? മുത്തച്ഛനോടെ? മുത്തശ്ശൻ എപ്പോഴേ റെഡി. നൈസ്. അപ്പോ ലോയർ നിന്റെ അടുത്ത് എന്താ പറഞ്ഞേ? നീ ഒന്നും പറഞ്ഞില്ല. മേമ അതിനെ കുറിച്ചൊക്കെ ഫ്രീ ആയിട്ട് സംസാരിച്ചാ പോരെ? നിങ്ങളല്ലേ പറഞ്ഞത് സമയമൊന്നുമില്ല, രാഹുകാലം കഴിഞ്ഞു എന്നൊക്കെ. വേഗം വാ. ഓക്കെ. ഓരോ ചെറിയ കാര്യത്തിനും എൻ്റെ സാരി തലപ്പ് പിടിച്ച് നടന്നവന് ഈ പെണ്ണോട് സംസാരിക്കാൻ സമയമില്ല അല്ലേ? കളിക്ക് രാമാ, നീ കളിക്ക്. നിന്റെ കളികളൊക്കെ അങ്ങ് മുറക്കി നടക്കട്ടെ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാ ഈ ഭാർഗവിയുടെ കളി നീ കണ്ടോ? ഹായ് ബേബി. ഹായ് പ്രീ, വെൽക്കം. താങ്ക് യു. വാവ്, ഇത് ശരിക്കും സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഞാനാ ഇത് വരച്ചത്. ആഹാ, സൂപ്പർ. സീതമ്മയെ കാണാൻ അവരൊക്കെ വരുന്നതല്ലേ, അവര് വെൽക്കം ചെയ്യാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ വരച്ചത്. വെരി നൈസ് ബേബി, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് ഈ കോലം പോയിട്ട് ഒരു വര വരയ്ക്കാൻ പോലും അറിയില്ല. നീ പക്ഷേ നല്ല സൂപ്പർ ആയിട്ട് വരച്ചിട്ടുണ്ട്. എവിടെ നമ്മുടെ കല്യാണ പെണ്ണ്? റെഡിയായോ? പ്രീ, നിങ്ങളൊക്കെ നേരത്തെ വന്ന സീതമ്മ റെഡിയാക്കുമെന്നാ കരുതിയത്. പക്ഷേ നിങ്ങൾ എന്റെ ഇംഗ്ലീഷ് മാമിനെ പോലെയാ ലേറ്റ്. സോറി ബേബി, എന്തായാലും ഞാനിവിടെ എത്തിയില്ലേ. അടിപൊളിയായിട്ട് ഒരുക്ക സീതമ്മേ. ഓക്കെ, വാ മോളെ. ഏയ്, നീ ഇതെന്താ റെഡി ആവാതെ അടുക്കളയിൽ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നേ? ഒന്ന് പെട്ടെന്ന് പോയി റെഡി ആവാൻ നോക്ക്. അവര് വന്നിരിക്കുമ്പോ തന്നെ ചൂടുള്ള കോഫി കൊടുത്താൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അവർക്ക് ജ്യൂസ് ഉണ്ടാക്കുമായിരുന്നു. എന്റെ സീതമ്മ, കുടിക്കാനുള്ള ജ്യൂസ് ആണെങ്കിലും കുളിക്കാനുള്ളതാണെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ ഒന്ന് ചെന്ന് റെഡി ആവാൻ നോക്ക്. റെഡി ആവാൻ എന്താ ഉള്ളത്? എന്താ ഉള്ളതെന്നോ? നീ ഒരുങ്ങിയില്ലെങ്കിലും ശരിക്കും ഒരു സുന്ദരിയൊക്കെ തന്നെയാ. പക്ഷെ അവരൊക്കെ വരുന്നതല്ലേ സീത, അവരെ ഓർത്തെങ്കിലും നീ പോയി ഒന്ന് റെഡി ആവ്. ചെല്ല്. റാമും ഞാനും പരസ്പരം അംഗീകരിച്ചു കഴിഞ്ഞു. സിഹി അംഗീകരിച്ചു കഴിഞ്ഞു. അവന്റെ വീട്ടിലുള്ളവരും എന്നെ ഒരുപാട് തവണ കണ്ടതാ. അവരും ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ റെഡിയാവുന്നേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സീത. ഒരു മകളുണ്ടായിട്ടും ഇങ്ങനെ സന്തോഷം കാണിക്കുമ്പോ മറ്റുള്ളവർ എന്ത് കരുതൂന്ന് വിചാരിച്ചിട്ടല്ലേ? ആദ്യം നീ അതൊക്കെ നിന്റെ തലേന്ന് കള. ഇതൊക്കെ ലൈഫിൽ ഒരു തരം ബ്യൂട്ടിഫുൾ മൊമെന്റ്സാ സീത. നമ്മൾ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. വാ, റെഡിയാവ്. വേണ്ട വേണ്ട, ഞാൻ റെഡി ആയിക്കോളാം. സിഹി മേഡത്തിന്റെ ഓർഡർ ഉണ്ട് മോളെ. വാ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. സീതമ്മ, നീ രാജകുമാരിയെ പോലെ ഒരുങ്ങിയിട്ട് വാ. എന്തിനാണെന്നോ, നിന്റെ രാജകുമാരൻ നിന്നെ കാണാൻ വരുന്നുണ്ട്. ശരി, എന്നാ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ അല്ലേ?
ശരി, ഓക്കെ. ഓക്കെ അല്ലേ? മുത്തശ്ശി, വരുന്നവർക്കുള്ള പലഹാരമൊക്കെ റെഡിയായോ? മുത്തശ്ശി, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നുള്ളവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത്രേ. ശാന്തേ, നമ്മുടെ സിഹിമോളുടെ ഒരു ഉത്തരവാദിത്വം കണ്ടോ? പലഹാരവും നെയ് കേസരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കേസരിയിൽ ശുദ്ധമായ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ചേർത്തിട്ടുണ്ട്. നീ പോയി നിന്റെ അമ്മയെ റെഡിയാക്ക്, ഞാൻ ഇതെല്ലാം നോക്കിക്കോളാം. ഇല്ല മുത്തശ്ശി, സീതമ്മ ഒറ്റയ്ക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് അധികം അഹങ്കാരം വേണ്ട, ഒറ്റയ്ക്ക് റെഡി ആയിക്കോളാന്നാ പറഞ്ഞത്. അത് അഹങ്കാരല്ല മോളെ, അലങ്കാരം എന്നാ പറയുന്നത്. ആ, അത് തന്നെ. ശാന്തേ, സീതയെ പെണ്ണ് കാണാൻ വരുമ്പോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇങ്ങനെ 1-2 ഐറ്റംസ് മാത്രം മതിയോ? അല്ല, കായ വറുത്തതോ മിച്ചറോ അങ്ങനെ എന്തെങ്കിലും വെക്കണ്ടേ? അയ്യോ പൊന്നു മുത്തശ്ശ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? പെണ്ണ് കാണാൻ വരുന്ന ചടങ്ങില് മധുരമുള്ളത് എന്തെങ്കിലും കൊടുക്കുന്നതാ സമുദ്രായം. ഞാൻ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് മുത്തശ്ശ. ഓഹോ, ഇനിയും ഭവതി എന്തൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ടാവോ? പെണ്ണ് കാണാൻ വരുന്നവർക്ക് കോഫിയും പിന്നെ കഴിക്കാനും പിന്നെ മധുരമുള്ള പലഹാരം കൊടുക്കണം. പിന്നെ ചെറുക്കനും പെണ്ണും പോയി സംസാരിക്കണം. എന്നിട്ട് അവർ ഓക്കെ എന്നും പറയണം. ഓഹോ, എല്ലാം പഠിച്ചു വച്ചിട്ടുണ്ടല്ലോ സീമോളെ. മക്കളായ നമ്മുടെ സീമോളെ പോലെയാകണം. കണ്ടോ, ഇത്ര ചെറിയ പ്രായത്തിൽ എന്തൊരു ബുദ്ധിയാ ഇവൾക്ക്. സീതയ്ക്ക് ഇവള് മകളല്ല ഏട്ടാ, അമ്മയെ പോലെയാ. എല്ലാരും സമ്മതിച്ചിട്ടുണ്ടല്ലോ, ഇനിയൊന്നും പേടിക്കാനില്ല. എല്ലാരും ഇല്ല മുത്തശ്ശി. ഇനി ആരാ സമ്മതിക്കാനുള്ളേ? അതൊക്കെ മുത്തശ്ശിക്ക് പിന്നീട് മനസ്സിലായിക്കോളും. ദേശായി കുടുംബത്തിലുള്ളവരാ ഇങ്ങോട്ടേക്ക് പെണ്ണ് ചോദിച്ച് ചെല്ലുന്നത്. എന്ത് ചെയ്യാനാ ചേച്ചി? റാമിന് സീതയെ ഇഷ്ടപ്പെട്ടോണ്ടല്ലേ? കാര്യം കാണാൻ കഴുതക്കാലം. ഇവളുടെ പേര് ചാന്ദിനി എന്ന്. ഇവൾ എവിടെയാണ്, എന്താ ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ അശോക്. പക്ഷേ ഈ കാര്യം തൽക്കാലം റാമാണെങ്കിലും അവൻ്റെ വീട്ടുകാരാണെങ്കിലും അറിയണ്ട. ഇവള് വളരെ ഡേഞ്ചറസ് ആണ്. ഇവള് കാരണം റാമിൻ്റെ ലൈഫിൽ ത്രെറ്റ് ഉണ്ടോന്നല്ല, എന്തോ ഒരു മിസ്റ്റീരിയസ് ഫീൽ ഉണ്ട്. എന്തോ പ്ലാൻ ചെയ്ത് റാമിനെ ഫോറിനിലേക്ക് പറഞ്ഞേക്കാൻ നോക്കിയിരുന്നു. ലാസ്റ്റ് മൊമെന്റിൽ ഞാനത് അറിഞ്ഞപ്പോൾ അവന് പകരം ഞാൻ പോയി. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് എന്തൊക്കെയോ ഡ്രാമ കളിച്ച് വഴക്കുണ്ടാക്കി ബഹളം വെച്ച് മനഃപൂർവ്വം അവളൊരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്തു. അവിടുന്ന് രക്ഷപ്പെട്ടു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. റാമിനോട് ഈ കാര്യം പറഞ്ഞിട്ട് അവൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ബട്ട് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ അവളുടെ മേലൊരു കണ്ണുണ്ടാവുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. അവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. യു ഡോണ്ട് വറി അശോക്, ഇവളെക്കുറിച്ച് ഞാനിനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളാം. താങ്ക് യു. ബട്ട് ആരും അറിയാത്ത രീതിയിൽ വേണം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ. ഷുവർ. ആ ഫോട്ടോ എനിക്ക് അയക്കേ. എന്റെ ഫ്രണ്ടും അവന്റെ വീട്ടുകാരും എന്താ വരാത്തത്? എനിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്ത് ബോറടിക്കുന്നുണ്ട്. സീതമ്മ, പ്രീ, എന്റെ ഫ്രണ്ടിന്റെ വീട്ടുകാരൊക്കെ വന്നു. ഹായ് ഫ്രണ്ട്. ഹായ് മിസ്റ്റർ സർ. ഹായ് ഡാർലിംഗ്. സുഖാണോടാ? സുഖായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമല്ലേ? അടിപൊളിയല്ലേ? ചക്കര.
നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. സിഗുട്ടാ, നീ വരച്ച കോലം ക്യൂട്ടായിട്ടുണ്ട്. ആ, എന്നാ ഞാൻ ക്യൂട്ടല്ലേ? ഓഫ് കോഴ്സ്, നീ അതിനേക്കാൾ ക്യൂട്ടാണ്. അകത്തേക്ക് കയറിയട്ടെ. ഏ അനി, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ മോനെ. സാറേ, ഒന്നും തോന്നരുത്. നിങ്ങളുടെ അത്രയും വലിയ വീടല്ല, ചെറിയ വീടാ. വീട് ചെറുതാണെങ്കിൽ എന്താ കുഴപ്പം? വലിയ മനസ്സുള്ളവരല്ലേ നിങ്ങളെല്ലാം. പ്രിയ, നിന്റെ കെട്ടിയോൻ എവിടെ? സ്പെഷ്യൽ റിമൈൻഡർ വല്ല ഞാൻ അയക്കേണ്ടി വരുമോ? അശോക് അമ്മയുടെ കൂടെ വരാന്നാ പറഞ്ഞേ. മോസ്റ്റ്ലി അമ്മ ലേറ്റ് ആവുന്നതും ഉണ്ടാവും. വന്നോളൂ. എന്താ രാമേട്ടാ, ആരെയാ അന്വേഷിച്ചോണ്ടിരിക്കുന്നേ? ഞങ്ങളിവിടെ ഇത്രയും പേര് ഇരിക്കുന്നുണ്ട്, എന്നിട്ടും നിങ്ങളുടെ കണ്ണ് വേറെ ആരെയോ ആണല്ലോ തെരഞ്ഞോണ്ടിരിക്കുന്നേ. എന്താന്ന് പറഞ്ഞോളൂ. അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ ആരെയും നോക്കുന്നില്ല. Are you sure? ആരെയും കാണണ്ടേ? എന്നാ പിന്നെ സീത ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അടങ്ങിയിരിക്കും മോളെ. അല്ലെങ്കിൽ കുറെ കാലം കാത്തിരുന്ന ഇവൻ. ഞങ്ങളും കാത്തിരുന്ന. എന്താ ഇനിയും കാത്തിരിക്കണോ ഞങ്ങള്?